ഹലോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയുള്ളൊരു ദിവസമാണ് കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം മഴയൊക്കെ പോയി ഒന്ന് വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ നല്ല ചൂട് സാമ്പാറും അതേപോലെ ഇഡ്ഡലിയാണ് കേട്ടോ. പിന്നെ ഉച്ചത്തേക്കുള്ള കറിയൊക്കെ ഞാൻ വേഗം ആക്കുന്നുണ്ട്. എനിക്കിന്ന് കുറേ പണികളുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് അലക്കാനുണ്ട്. അപ്പോൾ അലക്കാനുള്ള തുണികളൊക്കെ ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടതാണ് കേട്ടോ. ഒരു സെക്ഷൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുമുണ്ട്. മോന് ഞാൻ ടി വി വെച്ച് കൊടുത്ത് അവനൊരു സൈഡിൽ ഇരുത്തിയതാണ് കേട്ടോ. അവന് എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ പണികളൊന്നും നടക്കില്ല. അപ്പോൾ ദേ ആദ്യം തന്നെ ഈ റൂമൊന്ന് എനിക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം. ദേ കട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ ഉണ്ടായിരുന്ന തുണിയൊക്കെ ഒന്ന് ഞാൻ അഴയിലിങ്ങനെ ആങ്കറിൽ സെറ്റ് ചെയ്തു കേട്ടോ. ഇപ്പം നമ്മൾ ഈ വൃത്തിയാക്കിയ റൂം നമുക്കൊന്ന് പെട്ടെന്ന് വൃത്തികേടാക്കിയാലോ. അപ്പോൾ അതെ ഒരു സെക്കൻഡ് കൊണ്ട് ആ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് സമയം കിട്ടുമ്പോൾ കേട്ടോ ഈ തുണി മടക്കി വെക്കുന്നത്. ഇനി കുറച്ച് അലക്കിയ തുണികളൊക്കെ ആറിടാനുണ്ട്. പിന്നെ ഓൾറെഡി വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ തുണികളൊക്കെ ആറിയിടാമെന്ന്. കുറച്ചധികം തുണികൾ തന്നെ ഉണ്ട് കേട്ടോ. കാരണം വെയിൽ വരുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണങ്ങിയിട്ടുള്ള തുണികളൊക്കെ എടുത്ത് അകത്തേക്കിടും. എന്നിട്ട് അലക്കിയ തുണികളൊക്കെ ഇതിൻ്റെ അകത്ത് ഇടും കേട്ടോ. ഇനിയിപ്പോൾ വെയിൽ വന്നാലും മഴ വന്നാലും ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെയാണ് തുണി ആറിയിടുന്നത്. ഞാൻ പുറത്തേക്ക് ആറിടാറില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതേ മോൻ അപ്പുറത്ത് അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഗ്യാപ്പിൽ ഒന്ന് അടിച്ച് വാരി തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളെല്ലാ ദിവസവും അടിച്ച് വാരുന്നതുകൊണ്ട് അധികം പൊടികളൊന്നുമില്ല. ടേബിളിൻ്റെ അടിയൊക്കെ ഞാൻ 2-3 ദിവസം കൂടുമ്പോൾ കേട്ടോ അടിച്ച് വരുന്നത്. കാരണം നമ്മൾ 2 പേരല്ല യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അധികം പൊടികളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ദേ ഏട്ടൻ വന്നു. ചെറുതായി മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ പുറത്ത് പോയിട്ട് നല്ല പൊള്ളിച്ച ചിക്കനും പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.